നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്യം ഇന്ന് അതിന്റെ അവസാന ഘട്ടത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പോളിംഗിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കനത്ത പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിലെ പല ജില്ലകളിലും, മിക്ക ജില്ലകളിലും കനത്ത പോളിംഗ് ആണ്. പ്രശാന്ത് ജി, കൃത്യമായി പറഞ്ഞാൽ 1 മണി വരെ 60% കടന്നിരിക്കുന്നു. 61.11%. ഇനിയും കിടക്കുന്ന സമയം. പല ജില്ലകളിലും, കൽക്കട്ട അടക്കമുള്ള പല ജില്ലകളിലും കനത്ത പോളിംഗ് ആണ്. അതെ, ശരിക്കും അതിന്റെ ട്രെൻഡ് എങ്ങനെയാ പോകുന്നത്? അതായത് ഒന്നാം ഘട്ടത്തിൽ 152 സീറ്റുകളിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. ആ ഒന്നാം ഘട്ടത്തിൽ 92 സംതിങ് ആണ് അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത്. 92% പേർ വോട്ട് രേഖപ്പെടുത്തി. ഈ രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. അതായത് ആകെ 294 മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. അതിൽ രണ്ടാം ഘട്ടത്തിൽ 142 മണ്ഡലങ്ങളിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നത്. അതിൽ ഈ രാവിലെ 7 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6:30 മണി വരെ പോളിംഗ് ഉണ്ടാകും. ചില അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും താരതമ്യേന പോളിംഗ് സമാധാനപരമാണ്. ചില തർക്കങ്ങളും ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. 2 പേരെ സുരക്ഷാ സേന കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ അവിടെ വരുന്നുണ്ട്. അതായത് കൊൽക്കട്ട, ഹൗറ, നോർത്ത് 24 പർഗാനസ്, സൗത്ത് 24 പർഗാനസ്, നാദിയ, ഹൂഗ്ലി, പൂർബ ബർദ്മാൻ തുടങ്ങിയ ജില്ലകളിലാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതും കർശനമായ സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP മഹുവ മൊയ്ത്ര വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഒരു പട്ടാള ഭരണത്തിന് കീഴിൽ വോട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞത്. അത് വരുത്തി വെച്ചതെന്ന് മാത്രമല്ല, ഞാൻ ചോദിക്കുന്നത്, വോട്ടെടുപ്പ് അത്ര സുരക്ഷാ ക്രമീകരണങ്ങളുടെ നടുവിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നല്ലതല്ലേ? ഏറ്റവും, അതായത് ഒരു സമ്മതിദായകന്, ഒരു വോട്ടർക്ക് ആരെയും ഭയപ്പെടാതെ തൻ്റെ വോട്ട് രേഖപ്പെടുത്താനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ലേ? അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ പട്ടാള ഭരണത്തിന് കീഴിൽ എന്ന് പറയുമ്പോൾ പട്ടാളം വന്ന് നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യൂ എന്നല്ലല്ലോ പറയുന്നത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താൻ, വോട്ടിംഗ് ഉറപ്പുവരുത്താൻ പട്ടാളത്തിൻ്റെ സുരക്ഷ, അതായത് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ കേന്ദ്രസേനയുടെ സുരക്ഷ അവിടെ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതിനെ മഹുവ മൊയ്ത്ര വളച്ചൊടിക്കാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. ബംഗാൾ ജനത കൃത്യമായിട്ടും വോട്ടെടുപ്പിൽ പരിപൂർണമായിട്ടും പങ്കെടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒന്നാം ഘട്ടത്തിൽ നടന്ന 92% പോളിങ്ങും. ഇപ്പോഴിതാ ഈ ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴത്തേക്കും 61.11% പോളിങ്ങും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പം മണി ഏതാണ്ട്, നമ്മളിത് ചർച്ച ചെയ്ത് ഇപ്പോൾ 2:30 ആകുന്നു. ഇത് നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൈകും. പക്ഷേ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു 30% കൂടി പോളിംഗ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇക്കുറി ഈ രണ്ടാം ഘട്ടത്തിലും 90%-ലധികം പോളിംഗ് രേഖപ്പെടുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജേഷ് ജി ചോദിച്ച ചോദ്യം, ഇതെന്തിൻ്റെ സൂചനയാണ്, ഇത് ആർക്ക് അനുകൂലമാണ് എന്നുള്ളത്. നോക്കൂ, ഒന്നാം ഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് BJPക്ക് മേൽക്കൈ നേടാവുന്ന കുറേ മണ്ഡലങ്ങൾ അവിടെ ഉണ്ട്. ആ 152-ലുണ്ട്. അവിടെ BJP ലക്ഷ്യമിട്ടത് 100 മുതൽ 110 വരെ സീറ്റാണ്. ഈ രണ്ടാം ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ 142 മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ഏതാണ്ട് 108 മണ്ഡലങ്ങളിലാണ് BJPക്ക് അവിടെ മത്സരിക്കാൻ കഴിയുന്നത്. ബാക്കി മണ്ഡലങ്ങളിൽ, അതായത് ഏതാണ്ട് 34 മണ്ഡലങ്ങളിൽ BJPക്ക് ഒട്ടും തന്നെ സ്വാധീനമില്ല. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. പലയിടത്തും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള വെല്ലുവിളി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ 108 മണ്ഡലങ്ങളിൽ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ തവണയും BJP മത്സരിച്ചിട്ട് 18 സീറ്റുകളാണ് BJPക്ക് ഈ മേഖലയിൽ നിന്ന് കിട്ടിയത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇക്കുറി അത് 3 ഇരട്ടി, അതായത് ഒരു 50-ന് പുറത്തേക്ക് സീറ്റുകൾ എത്തിക്കാൻ, ഒരു 54-55 സീറ്റുകൾ എത്തിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടുന്ന വർക്ക് അവരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 142 മണ്ഡലങ്ങളിൽ നിന്ന് 50-ലധികം സീറ്റുകൾ നേടുക എന്നുള്ളതാണ് BJPയുടെ തന്ത്രം.
അങ്ങനെയെങ്കിൽ ആദ്യത്തെ നേരത്തെ പറഞ്ഞ 100-നും 110-നും ഇടയ്ക്ക് സീറ്റുകൾ, ഇവിടുന്ന് 50-നും 55-നും ഇടയ്ക്ക് സീറ്റുകൾ, അങ്ങനെയുണ്ടെങ്കിൽ കംഫർട്ടബിളായ മെജോറിറ്റി കിട്ടും എന്നാണ് ബി ജെ പിയുടെ, അതായത് കേവല ഭൂരിപക്ഷം കിട്ടും എന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൽ. അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 148 സീറ്റുകളാണ്. അപ്പോൾ 148 സീറ്റുകളിൽ പ്ലസ് കുറച്ച് സീറ്റുകൾ കൂടെ നേടുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം. അതിന് ബി ജെ പി കൃത്യമായ സ്ട്രാറ്റജി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ച് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിൽ മമത വിറളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് മമത പറഞ്ഞത്, നിങ്ങൾ ബി ജെ പിയെ ആരും സഹായിക്കരുത്, ബി ജെ പിയെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളോട് ആരും ക്ഷമിക്കില്ല, അള്ളാഹുവാണ് സത്യം, നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആൾക്കാരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം മുസ്ലിം സമുദായം ഒന്നടങ്കം ഇപ്പം മമതയ്ക്കെതിരായിരുന്നല്ലോ. കാരണം 7% മാത്രമാണ് സർക്കാർ സർവീസിൽ ഈ മമത ഇരുന്ന അവസാന 5 വർഷവും സർക്കാർ സർവീസിൽ മുസ്ലിം പ്രായത്തിൽ 7% മാത്രമായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സർക്കാർ ജോലികളോ മറ്റ് സ്ഥിരം ജോലികളോ ഒന്നും മറ്റു വിഷയങ്ങളും ഉണ്ട്. ആ വിഷയങ്ങൾ അവർ ഇപ്പോഴാണ് കുത്തിപ്പോകുന്നത്. അല്ല, അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മമത അവിടെ വലിയ 3 കാളിക്ഷേത്രങ്ങൾ നിർമ്മിച്ചു സർക്കാർ ഫണ്ട് ഉപയോഗിച്ച്. അപ്പോൾ അതായത് ഈ അമിതമായ മുസ്ലിം പ്രീണനം എന്നുള്ളൊരു പരാതി വന്നപ്പോൾ മമത ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അത് ബി ജെ പി അവിടെ വളരുന്നു, ഈ 77 സീറ്റ് കഴിഞ്ഞ തവണ നേടിയല്ലോ, അത് ബി ജെ പി തനിക്കൊരു വലിയ വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹിന്ദുക്കളെ ഒപ്പം നിർത്താൻ, ഈ അവിടുത്തെ ബംഗാളി ഹിന്ദുക്കളുടെ ഒരു വലിയ പ്രത്യേകത, അവർ വലിയ കാളി ഭക്തരാണ്. അതുകൊണ്ട് 3 കാളി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു മമത. ഇത് മുസ്ലിങ്ങളെ മമതയ്ക്കെതിരാക്കി. മുസ്ലിങ്ങൾ ഈ മമത ഇങ്ങനെ ചെയ്യും എന്നവർ കരുതിയില്ല. അപ്പോൾ മമത തങ്ങളോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും ഒക്കെ വ്യാജമാണ്. ആത്യന്തികമായിട്ട് മമത ഒരു വിഗ്രഹാരാധന നടത്തുന്ന ഹിന്ദുവാണ് എന്ന ഒരു നരേറ്റീവ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. മമതയുടെ കയ്യിൽ നിന്ന് 500 കോടി രൂപ മദ്രസയിലെ കുട്ടികൾക്ക് വാങ്ങിയെടുക്കാൻ അവർക്കറിയാം. അതൊക്കെ അറിയാം. അത് 500 അല്ല 5000 കോടി വേണമെങ്കിലും വാങ്ങിയെടുക്കും. മമത കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു വിഷയം. രണ്ടാമത്തത്, തദ്ദേശീയരായ മുസ്ലിങ്ങൾ മമതയോട് വലിയ എതിർപ്പുണ്ട്. കാരണം നുഴഞ്ഞുകയറ്റക്കാരായ ഈ റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും അവിടെ വലിയ പ്രാധാന്യം കിട്ടുന്നു. കാരണം അവരെയാണ് മമത കൃത്യമായിട്ടും ഉപയോഗിക്കുന്നത്. അവരെ ഈ ക്രിമിനലുകളായിട്ട് ഗുണ്ടാപ്പണിക്ക് ബി ജെ പിയെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുകയാണ്. ഈ പാവപ്പെട്ട ബംഗാളികൾ, മമതയ്ക്ക് വോട്ട് ചെയ്യുന്നവർ ഒന്നടങ്കം കേരളമടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുക്കേണ്ട അവസ്ഥയാണ്. ഇത് അവിടെ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇങ്ങനെ പല വിഷയങ്ങൾ മമതയ്ക്കെതിരെ. അതുപോലെ ഹുമയൂൺ കബീറിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി അവർ മത്സരിക്കുന്നു. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒരു മുസ്ലിം നേതാവ് ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാം ബാബറി മസ്ജിദ് കെട്ടാൻ വേണ്ടി തറക്കല്ലിട്ടതും അതെ, അതുപോലെ ഒവൈസിയുടെ ഇടപെടൽ. അപ്പോൾ ഇതെല്ലാം മുസ്ലിം വോട്ടിൽ ഒരു സ്പ്ലിറ്റ് വരുത്തും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മമത അതിനെ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട്. അതിനെ മറികടക്കാനാണ് മമത ഈ അള്ളാഹുവാണ് സത്യം, ബി ജെ പിയെ സഹായിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കില്ല, നിങ്ങളോട് പൊറുക്കില്ല, നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത് അതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ അതിർത്തിയിൽ വേലി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒക്കെ മമത കാണിച്ച അലംഭാവം അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങളെയും ജനങ്ങളെയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അവർക്ക് കൂടെ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും നുഴഞ്ഞു കയറി അവരടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതും അവിടെ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അടിയൊഴുക്കുകൾ അവിടെ ഉണ്ട്. പക്ഷേ മമത ഇപ്പോഴും ശക്തയാണ്. മമത അത്ര മോശക്കാരിയല്ല. ബി ജെ പി മമതയോട് ഏറ്റുമുട്ടി വിജയിക്കുമോ? ബി ജെ പിക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. തദ്ദേശീയനായ ഒരു നേതാവിനെ ബി ജെ പിക്ക് അവിടെ ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നാണ് മമതയുടെ ആരോപണം. പക്ഷെ അത് തെറ്റാണ്. സുവേന്ദു അധികാരി മമതയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്, പിന്നീട് മാറിപ്പോയി. നന്ദിഗ്രാമിൽ മമതയ്ക്കെതിരെ മത്സരിച്ച് ജയിച്ച ആൾ കൂടിയാണ്. ഇപ്പോൾ ഭവാനിപൂരിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. കടുത്ത മത്സരം നടക്കുകയാണ് അവിടെ. അങ്ങനെ ബി ജെ പി ഇഞ്ചോടിഞ്ച് മമതയോട് പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗാളിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ ബംഗാളിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഫലമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മമതയ്ക്ക് കനത്ത തിരിച്ചടി അവിടെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങൾ പ്രതിപക്ഷ കക്ഷികൾക്ക്, ഇന്ത്യ മുന്നണിക്ക് ഒട്ടും തന്നെ ആശ്വാസകരമല്ല. അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വരാൻ പോകുന്ന പഞ്ചാബ്,
അതുപോലെ തന്നെ ഗുജറാത്ത്, അതുപോലെ UP തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അവിടെയൊക്കെ വലിയ വില, UPയിലൊക്കെ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയാം. അവിടുത്തെ പ്രാദേശിക കക്ഷികൾക്ക് ഈ മമതയ്ക്കുണ്ടാകുന്ന തിരിച്ചടിയുടെ അനുരണനങ്ങൾ അവിടെയും വ്യാപിക്കും. അതുകൊണ്ട് പ്രാദേശിക കക്ഷികൾക്ക് അവിടെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും BJPയിൽ നിന്ന് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന വളരെ ഒരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. മമത വീഴുകയും BJP വാഴുകയും ചെയ്താൽ അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ജിയോഗ്രഫി മാറ്റിമറിക്കും. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം, മമതയ്ക്കറിയാം, മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജി ആരാണെന്ന് മമതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാകും. കാരണം അഭിഷേക് ബാനർജി മമതയ്ക്കെതിരെ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങൾ അങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. അല്ല, തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മമതയാണ്. മമത ഇല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഇല്ല. അതാണ് ബംഗാളിലെ സാഹചര്യം. അപ്പോൾ അതിനെ BJP സംഘടനാ സംവിധാനം കൊണ്ട് മറികടക്കാനാണ് ശ്രമിക്കുന്നത്, BJP RSSും ഒക്കെ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അവർ വളരെ സമർത്ഥമായിട്ട് മോദിയെ മുന്നിലേക്ക് നീക്കി നിർത്തുകയും ചെയ്തു. മോദി തരംഗം വളരെ ശക്തമായിട്ട് ബംഗാളിൽ അലയടിച്ചാൽ അത് ബംഗാളിൻ്റെ ഭാവി മാറ്റിമറിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രാജ്യത്ത് എമ്പാടും ഉണ്ടാകുന്ന വികസനം. ആ വികസനം ബംഗാളിലും ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ, ആ ആഗ്രഹത്തിന് അവർ ഒരു മാൻഡേറ്റ് കൊടുത്താൽ, സമ്മതിദാനം കൊടുത്താൽ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ അവിടെ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴത്തേക്കും 61.11% വോട്ട് ബംഗാളിൽ രേഖപ്പെടുത്തിയെങ്കിൽ അത് റെക്കോർഡ് പോളിംഗ് ആണ്. ഇനി ഏതാണ്ട് 2, 3, 4, 5, 6 ഏതാണ്ട് 5.5 മണിക്കൂർ ഇനിയും പോളിംഗ് ഉണ്ട്. ഈ 5.5 മണിക്കൂറിനുള്ളിൽ ഒരു 30% കൂടി വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പോളിംഗ് 80%-ന് മുകളിലേക്ക് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതൊരു 85-നും 90-നും ഇടയ്ക്ക് നിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ 90-ന് മുകളിലേക്ക് പോയേക്കാം. അതും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല. അങ്ങനെ കനത്ത പോളിംഗ് അവിടെ നടക്കുകയാണെങ്കിൽ അത് BJPക്കായിരിക്കും ഗുണം ചെയ്യുക. മമതയുടെ വോട്ടുകൾ മമത കൃത്യമായിട്ട് പോള് ചെയ്യിക്കുന്നുണ്ട്. പകരം കഴിഞ്ഞ തവണയൊക്കെ സംഭവിച്ചത് BJPയുടെ വോട്ടുകൾ പോള് ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ അവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. പോള് ചെയ്യാൻ വോട്ട് ചെയ്യാനായിട്ട് ബൂത്തിലേക്ക് വരുന്ന BJPക്കാരെ അവർ BJPക്കാരാണ് എന്ന് മനസ്സിലായാൽ തന്നെ ഉടൻ അടിച്ചോടിക്കുന്ന ഒരു തന്ത്രം കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസ്സുകാർ പയറ്റിയിരുന്നു. ഇത്തവണ അവരത് ചെയ്തു. പക്ഷേ ഇത്തവണ കേന്ദ്രസേന അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് വിജയിച്ചില്ല. BJPക്കെതിരെ അക്രമം വ്യാപകമാണ്. പക്ഷെ അക്രമത്തെ അവർ ചെറുത്ത് നിൽക്കുന്നു. നല്ല രീതിയിൽ അവിടെ വോട്ടിങ്ങിൽ BJPക്കാർ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം ഇത്രയും കൂടിയത്. ഈ തൃണമൂലിന് വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നുഴഞ്ഞു കയറിയ ആൾക്കാരെ ഗുണ്ടകളാക്കി, ക്രിമിനലുകളാക്കി ഉപയോഗിക്കുന്ന മമതയുടെ നയം, അതിന് ഇത്തവണ കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട് കേന്ദ്രസേനയുടെ വരവോടുകൂടി. മാത്രമല്ല BJPക്കാർക്ക് കൃത്യമായിട്ട് അവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ഈ സ്ഥലത്തൊക്കെ മമത 3000, 2000 വോട്ടുകൾക്കൊക്കെയാണ് വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മമതയ്ക്ക് വലിയ പ്രതിരോധമുണ്ട്. ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. ഇവിടെ ഈ 2ാം ഘട്ടത്തിൽ 142 സീറ്റുകളിൽ BJP ഒരു പകുതി സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിജയമാണ്. ഒരു പക്ഷേ BJPക്ക് 200-ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ആദ്യത്തെ 1ാം ഘട്ട പോളിംഗിൽ കണ്ട ആ വോട്ടെടുപ്പിൻ്റെ അതേ എന്തൂസിയാസം, ആ ആവേശം അത് 2ാം ഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ബംഗാളികൾ ആ ആവേശം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ജോലിക്ക് വരുന്ന ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിലെടുക്കാൻ വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒന്നടങ്കം നാട്ടിലേക്ക് പോയിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. അവർ കഴിഞ്ഞ തവണ അവർ പോയിരുന്നു. കഴിഞ്ഞ തവണ എങ്ങനെയാണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് 1000 ബസ്സുകളാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് പോയി. നമ്മളാരും അറിഞ്ഞില്ല. അതായത് വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പേ ബസ്സുകൾ പോയി അവരെ അവിടെ വോട്ട് ചെയ്യിച്ചു, തിരിച്ച് അവരെ ഇവിടെ കൊണ്ടുവന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് മമതയുടെ ഓപ്പറേഷനായിരുന്നു. വളരെ കൃത്യമായിട്ട് ആ ആൾക്കാർ TMCക്ക് തന്നെ വോട്ട് ചെയ്തു. ഇത്തവണ അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇത്തവണ അതിൻ്റെ കൂടുതൽ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ.
പക്ഷേ വലിയ രീതിയിൽ ഇത്തവണ ജനങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നുണ്ട്. കാരണം 15 വർഷത്തെ മമതാ ഭരണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ബംഗാളിന് ഒരു തരത്തിലുള്ള പ്രയോജനവും മമത വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം എങ്ങനെയാണോ ബംഗാളികളെ കാൽ കീഴിൽ ഇട്ട് ഞെരിച്ചമർത്തി ഭരിച്ചിരുന്നത്, അതുപോലെ തന്നെയാണ്. യാതൊരു വ്യാവസായിക പുരോഗതിയുമില്ല, കാർഷികമായ മുന്നേറ്റമില്ല, പിന്നെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം, ഈ പറയുന്ന പോലെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ രാഷ്ട്രീയം, ഈ മതവർഗീയതയുടെ രാഷ്ട്രീയം, ഇതൊക്കെ പയറ്റി മമത അവിടെ വലിയ ഒരു കളി കളിക്കുകയാണ്. അതിനോട് ബംഗാളി ജനതയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഇത്തവണ വോട്ടായി മാറിയാൽ മമതയുടെ ചീട്ട് കീറും, BJP ബംഗാൾ പിടിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഇതെല്ലാം മെയ് 4-ന് വോട്ടെണ്ണുമ്പോഴേ നമുക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ ബംഗാളി ജനത ആവേശപൂർവ്വം വോട്ട് ചെയ്യുകയാണ്. അത് ആർക്കാണ് എന്ന ചോദ്യത്തിന് മെയ് 4-ന് ഉത്തരം കിട്ടും.